പോർട്ടർ അധ്യായം 33. മോനെ, എന്താണ് ഈ പറയുന്നത്? വേണി നിലവിളിച്ചു. വാതിൽക്കൽ നിന്ന് രൂപയും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അതെ, അയാൾ നടന്നതെല്ലാം പറഞ്ഞപ്പോൾ കുഴഞ്ഞു വീഴുമെന്ന് തോന്നി. രാത്രി 2 മണിയായി, ഡാഡി വന്നിട്ടില്ല. 25 ലക്ഷം രൂപ എവിടെ നിന്നുണ്ടാക്കും? നിന്റെ കൂട്ടുകാരെല്ലാം എന്തു പറയുന്നടാ? വേണി ചോദിച്ചു. ദേഷ്യം കൊണ്ടവർ വിറയ്ക്കുകയായിരുന്നു. എന്തു പറയാനാ, പണം ഉണ്ടാക്കിയേ പറ്റൂ, കൈലാസ് പറഞ്ഞു. രൂപ അവിടേക്ക് വന്നു. കൊടുത്തില്ലേൽ അയാൾ എന്തു ചെയ്യും? ഒരു കള്ളക്കടത്തുകാരനെ പേടിച്ച് ജീവിക്കാനോ? നാണമില്ലേ? ഡാഡിയോട് പറയ്, അവനെയും അവന്റെ ഗുണ്ടകളെയും പിടിച്ച് അകത്തിടാൻ. ഇവിടെ പോലീസുകാരുണ്ട്. എടി, അഷ്ടമൻ ആരാണെന്ന് നിനക്കറിയില്ല. കൈലാസിന് ദേഷ്യം വന്നു. അയാളാരാ? ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കുന്നില്ല. നീ എവിടെ നിന്നെടുത്ത് കൊടുക്കും? ഡാഡി തരുമെന്ന് കരുതുന്നുണ്ടോ? ഈ വീടും പറമ്പും കൊടുത്താലേ അത്രയും തുക കിട്ടൂ. ഇത് വിറ്റ് കള്ളക്കടത്തുകാരനെ കൊടുത്തിട്ട് നമ്മൾ പരിപാടിയിലേക്ക് ഇറങ്ങണോ? എടി, നിന്നോട് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത്? ഓ, എന്റെ മുമ്പിൽ നിന്ന് പോ. നിനക്കറിയില്ല എന്റെ വിഷമം. തല പോകാൻ പോകുക. അഷ്ടമൻ ആരാണെന്ന് നിനക്കറിയുമോ? എനിക്കറിയില്ല. കള്ളന്മാരുടെ കൂടെ പോയി ഡാഡിയേക്കാൾ കൂടുതൽ സമ്പാദിക്കാൻ പോയതല്ലേ? രൂപ ശബ്ദമുയർത്തി. അത്ര വലിയ പേടിയായിരുന്നേൽ നിങ്ങൾ പോലീസുകാർക്ക് പിടികൊടുക്കുമായിരുന്നോ? CI ചാണ്ടിയുടെ മുന്നിൽ ചെന്ന് മിടുക്ക് കാണിച്ചത് കൊണ്ടല്ലേ അകത്തായത്. ഇനി അനുഭവിച്ചോ, ഞങ്ങൾക്കെന്താ? രൂപ അവളുടെ മുറിയിലേക്ക് പോയി. വാതിൽക്കലെത്തി അവൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു. എല്ലാത്തിനും കാരണം ഈ മമ്മിയാ. മോനെ ലാളിച്ച് അടിച്ചു വിട്ടിരിക്കുകയല്ലായിരുന്നോ? അവന്റെ പോക്കും കൂട്ടുകാരും ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല. വേണി അത് കേട്ട് കൈലാസിനെ നോക്കി. അവനൊന്നും പറയാനില്ലായിരുന്നു. രൂപ മുറിയിൽ കയറി കതകടച്ചു. കുറച്ചുനേരം നിശബ്ദയായിരുന്നിട്ട് വേണി ചോദിച്ചു. നിന്റെ കൂട്ടുകാർക്കെല്ലാം ഇതിൽ ഉത്തരവാദിത്വമില്ലേ? ഉണ്ട്, അവർ പരിഭ്രമിച്ചിരിക്കുകയാണ്. ഇക്കാര്യം പറഞ്ഞാൽ ബാബുരാജ് രാജൻ ബാബുവിനെ വെടിവെച്ച് കൊല്ലുമെന്നാണ് പറയുന്നത്. ഫ്രാൻസിസിന്റെ ഭാവം കണ്ടാൽ അയാൾ ആത്മഹത്യ ചെയ്യും എന്ന് തോന്നും. അവൻ ചെന്ന് ചാടുന്നതെല്ലാം അപകടത്തിലാണ്. എന്റെ മോനെ, നിനക്കിത് തോന്നിയല്ലോ. തീക്കളിയേക്കാൾ ഭയങ്കരമാണല്ലോ ഇത്. അവന്റെ മമ്മി തലയിൽ കൈവച്ചു. കൈലാസിന് മിണ്ടാൻ കഴിഞ്ഞില്ല. നിനക്ക് അഷ്ടമൻ എവിടെയാണെന്ന് അറിയില്ലേ? അവനെ പോലീസ് പിടിച്ചാലോ? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലേ? അല്പം കഴിഞ്ഞ് വേണി ചോദിച്ചു. അഷ്ടമനെ നേരിട്ട് കണ്ടാലും ഒന്നും ചെയ്യാൻ പറ്റില്ല മമ്മി. എന്ത് കേസിൽ അവനെ അറസ്റ്റ് ചെയ്യും? മാത്രമല്ല, ഞങ്ങൾ വിവരം പുറത്തറിയിച്ചെന്ന് അവന് സംശയം തോന്നിയാൽ മതി. ഞങ്ങളുടെ സ്ഥിതി പരുങ്ങലിലാവും. എന്നെ കയ്യോ കാലോ ഇല്ലാത്തവനായി കാണുന്നത് മമ്മിക്കിഷ്ടമാണോ? അയ്യോ, മമ്മി നിലവിളിച്ചു. അവൻ അങ്ങനെയേ ചെയ്യൂ, കൊല്ലില്ല. അവനത് പറഞ്ഞു കഴിഞ്ഞു. കൈലാസ് കരയാൻ തുടങ്ങി. വേണി ഭീതി ഗ്രസിക്കുന്ന കണ്ണുകളോടെ മകനെ നോക്കി. SP വന്നു. മോൻ പോയി കിടന്നോ? ഞാൻ സൗകര്യം പോലെ ഡാഡിയോട് പറയാം. വേണി മകനെ പറഞ്ഞയച്ചു. SP ക്ലബിൽ നിന്നാണെന്ന് വേണിക്ക് തോന്നി. മദ്യം മണക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനുണ്ടെങ്കിലാണ് ഇത്രയും വൈകാറ്. മുറിയിൽ വന്ന് ഡ്രസ്സ് മാറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അവനെ കൊന്നാലും ചാകില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ആരെ കൊല്ലുന്ന കാര്യമാണ് തന്നെത്താൻ പറയുന്നത്? വേണി സൗമ്യഭാവത്തിൽ ചോദിച്ചു. എന്റെ മകനെ തന്നെ, SP പറഞ്ഞു. വേണി ഞെട്ടി. അദ്ദേഹം എല്ലാം അറിഞ്ഞിരിക്കുന്നോ? ഞാൻ ചെയ്തൊരു തെറ്റ് നിന്നെ അപമാനപ്പെടുത്തി. ജീവിച്ചിരിക്കുന്നില്ലേ ആ ചന്തയിൽ? അവൻ ജീവിച്ചിരിക്കരുതെന്നല്ലേ നീ പറഞ്ഞത്? ഞാനവനെ കൊല്ലാൻ തീരുമാനിച്ചു. ഒരു പ്രൊഫഷണൽ കൊലയാളിയെ കൂലിക്കെടുത്തു. വേണി നടുക്കത്തോടെ അയാളെ നോക്കി നിന്നു. വിഷമത്തോടെ SP കൃഷ്ണദാസ് തുടർന്നു. ഒരിക്കലും തെറ്റ് പറ്റിയിട്ടില്ല. ആ കൊലയാളികൾ 2 പ്രാവശ്യം ശ്രമിച്ചിട്ടും വിജയനെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. കാറിനകത്ത് വെച്ച് നേർക്കുനേർ വെടിവെച്ചിട്ടും അവൻ ചത്തില്ല. ഇപ്പോൾ കൊലയാളി അപകടത്തിലാണ്. ചില ജാരസന്ധതികൾ അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. പല ആപത്ഘട്ടങ്ങളിലും അവർ രക്ഷപ്പെടും, വേണി പറഞ്ഞു. നിന്റെയും മക്കളുടെയും മാനം കാക്കാനാണ് ഞാൻ ശ്രീദേവിയെയും വിജയനെയും കൊല്ലാൻ ശ്രമിച്ചത്. എത്ര റിസ്ക്കാണിതെന്ന് അറിയാമോ? പക്ഷേ അതിലും ഞാൻ പരാജയപ്പെടുന്നു. നേരിട്ട് ചെന്ന് അവനെ കൊല്ലാൻ എനിക്ക് വയ്യ. എന്റെ മകനല്ലേ, ഇതാ തോക്ക്. നീ തന്നെ ചെന്നവരെ കൊന്നുകളയി. കൃഷ്ണദാസ് സർവീസ് റിവോൾവർ എടുത്ത് വേണിയുടെ കയ്യിൽ കൊടുത്തു. അവൾ പകച്ചു നിന്നു. എനിക്ക് നീയും മക്കളും വേണം. എന്റെ പ്രൊഫഷൻ വേണം. ഇനിയും അപമാനിതനാകാതെ മരണം വരെ ജീവിക്കണം. അല്ലെങ്കിൽ വേണ്ട, തെറ്റുകാരനായ എന്നെ നീയങ്ങ് കൊന്നുകളയി. കൃഷ്ണദാസ് ഭാര്യയുടെ കൈ തോക്കിനോടടുപ്പിച്ച് പിടിച്ച് തന്റെ നെറ്റിയിലേക്ക് മുട്ടിച്ചു. വേണിക്ക് വിഷമമായി പോയി. വേണ്ട, ഈ തോക്കുകൊണ്ട് നമ്മുടെ മോൻ കൈലാസിനെ വെടിവെച്ച് കൊല്ല്. അല്ലെങ്കിൽ വിജയനേക്കാൾ അപമാനം അവൻ നമുക്കുണ്ടാക്കും. എന്താ നീ പറയുന്നത് വേണി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേണി സംഭവിച്ചതൊക്കെ പറഞ്ഞു. SP കൃഷ്ണദാസ് കട്ടിലിരുന്നു. അദ്ദേഹം ആകെ തകർന്നു പോയിരുന്നു. രാവിലെ കൈലാസ് ഉറക്കമുണർന്നപ്പോൾ 8 മണിയായി. മുറി തുറന്ന് പുറത്തേക്ക് വന്നത് ഡാഡിയുടെ മുന്നിലേക്കാണ്. അവനെ തറപ്പിച്ചു നോക്കി നിൽക്കുകയായിരുന്നു കൃഷ്ണദാസ്. എടാ റാസ്കൽ, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? കൃഷ്ണദാസ് അലറി. സത്യമാണ്. ആ കള്ളക്കടത്തുകാരന് പണമോ മയക്കുമരുന്നോ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, കൈലാസ് പറഞ്ഞു. നിന്നെ ലാളിച്ച് വളർത്തിയതിന് തന്ന ശിക്ഷയാണോടാ ഇത്? കൊല്ലും നിന്നെ ഞാൻ. കൃഷ്ണദാസ് മകന്റെ മുഖത്തിടിച്ചു. അവന്റെ വായിൽ നിന്ന് ചോര തെറിച്ചു. മറിഞ്ഞു വീണ കൈലാസിനെ അയാൾ പൊതിരെ തല്ലി ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്തു.
വേണിയും രൂപയും നിലവിളി കേട്ട് ഓടിവന്ന് തടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കലിപോണ്ട കൃഷ്ണദാസ് അവരെല്ലാം തള്ളി മാറ്റി. കൈലാസിനെ തല്ലി. അവസാനം കൈലാസ് ഡാഡിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. കൊല്ലുന്നെങ്കിൽ എന്നെ ഇങ്ങനെ തല്ലിക്കൊല്ലരുത്. ഒറ്റയടിക്ക് കൊല്ലണം, അല്ലെങ്കിൽ തോക്ക് കൊണ്ട് വെടിവെക്കണം, അല്ലാതെ എന്നെ തൊട്ടു പോകരുത്. ഡാഡി മകനെ പകച്ചു നോക്കി. SP കൃഷ്ണദാസിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഒറ്റ മകനാണ്, കൊല്ലാൻ പറ്റുമോ? എവിടെയാടാ ആ സ്മഗ്ലർ ചെകുത്താൻ? അവനെ പിടിച്ച് ഞാൻ നട്ടല് ചവിട്ടി ഓടിക്കും. അവന് രൂപയല്ല ഞാൻ കൊടുക്കുന്നത്. കൃഷ്ണദാസ് പല്ലിഞ്ഞരിച്ചു. അവനെ അങ്ങനെ പിടിക്കാൻ പറ്റില്ല ഡാഡി. അത് നീയാണോ നിശ്ചയിക്കുന്നത്? SP വേഗം ഫോണിനടുത്തേക്ക് ചെന്ന് സർക്കിൾ ചാണ്ടിയെ വിളിച്ചു. താനിപ്പോൾ തന്നെ വരണം, ഇപ്പോൾ തന്നെ. സാർ. ഫോൺ കട്ടായി. SP തിരിഞ്ഞ് മകനെ നോക്കി. വിജയൻ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി വെറുതെ നടക്കുകയായിരുന്നു. കൂടെ ദീപയുണ്ടായിരുന്നു. അവൻ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായ കുടിച്ച് വെളിയിലിറങ്ങിയപ്പോഴാണ് തിരക്കുള്ള ആ റോഡിൽ നിന്ന് ഒരു സ്ത്രീ മകന്റെ കൈക്ക് പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടത്. പെട്ടെന്ന് മുന്നോട്ട് വന്ന ഒരു കാർ ആ സ്ത്രീയെ ഇടിച്ചു വീഴിച്ചു. അത് കണ്ട് ദീപ നിലവിളിച്ചു. വിജയൻ മുന്നോട്ട് കുതിച്ചു. ആ കാർ പാഞ്ഞുപോയി. സ്ത്രീയും മകനും റോഡിൽ കിടന്നു. അധ്യായം 34. ആ സ്ത്രീ എന്റെ മോനെ എന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും വീണുപോയി. അവരുടെ മകനും റോഡിൽ വീണ കിടന്ന് കരയുകയായിരുന്നു. വിജയൻ ഓടിച്ചെന്ന് അവരെ എഴുന്നേൽപ്പിച്ചു. എന്റെ കാലൊടിഞ്ഞെന്ന് തോന്നുന്നു, എനിക്ക് നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല, ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് വിജയനോട് പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ പിടിച്ചോളാം, വിജയൻ പറഞ്ഞു. അപ്പോഴേക്കും മനസാന്നിധ്യം വീണ്ടെടുത്ത് ദീപ അവിടെ എത്തി. കുട്ടി അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അവന്റെ നെറ്റിയിലെ മുറിവിൽ നിന്ന് ചോര വാർന്നൊഴുകി മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു. ദീപ അവനെ പിടിച്ചു. ഈ സമയം കൊണ്ട് ബൈക്കുകളും കാറുകളും ഇരുവശത്തു കൂടിയും അതിവേഗം കടന്നുപോയി. എല്ലാവരും ഒന്ന് നോക്കിയിട്ട് സ്ഥലം വിട്ടു. കാൽനടക്കാരായ കുറെ ആളുകൾ അവിടെ നിന്ന് ചുറ്റും കൂടി. വിജയൻ വിളിച്ചിട്ടും കാറുകൾ നിർത്തിയില്ല. പിന്നീട് വന്ന ബസ്സിന് കടന്നു പോകാൻ റോഡ് ബ്ലോക്കായി. വാഹനങ്ങൾ പിന്നാലെ വന്നു നിന്നു. ഇടയിലൂടെ കയറി വന്ന ബൈക്കുകളും ഓട്ടോകളും കൂടി നിന്ന ആളുകൾക്കിടയിലൂടെ കടന്നു പോകാൻ വയ്യാതെ നിന്നു. ആളുകളെ ഇടിച്ചിട്ട കാർ ഏതാണ്? അതിന്റെ നമ്പർ എന്താണ്? മന്ത്രിയുടെ കാറാണോ എന്നൊക്കെ ചോദിച്ചതല്ലാതെ പരിക്കേറ്റവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരും തയ്യാറായില്ല. എന്നെയും എന്റെ മോനെയും ഹോസ്പിറ്റലിൽ എത്തിക്കാമോ? എനിക്ക് തലകറങ്ങുന്നത് പോലെ തോന്നുന്നു, ആ സ്ത്രീ പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, ഞാനൊരു കാർ വിളിക്കാം, വിജയൻ പറഞ്ഞു. ദീപേ, നമുക്കൊരു വാഹനം വേണം. ആരും മുന്നോട്ട് വരുന്നില്ല വിജയ, ദീപ പറഞ്ഞു. നിങ്ങളവരെ റോഡിൽ നിന്ന് മാറ്റടോ, ഞങ്ങൾ പോട്ടെ. റോഡ് ബ്ലോക്ക് ചെയ്യാൻ ആരും ചത്തൊന്നുമില്ലല്ലോ, മുന്നിൽ കിടന്ന ബസിന്റെ ഡ്രൈവർ വിജയനോട് പറഞ്ഞു. വിജയൻ അയാളുടെ നേരെ തിരിഞ്ഞു. ചത്താലെ നിനക്കൊക്കെ സന്തോഷമാകുകയുള്ളോടാ റാസ്കൽ. വിജയൻ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ആളുകൾ ഡ്രൈവറുടെ നേരെ തിരിഞ്ഞു. പെണ്ണുങ്ങളെ നോക്കി വണ്ടിയോടിക്കുന്ന നിന്നെപ്പോലെയുള്ള വായ്നോക്കി ഡ്രൈവർമാരാണ് അപകടമുണ്ടാക്കുന്നത്. നീ അവിടെ കിടക്കടാ കുറച്ചു നേരം. ആരൊക്കെയോ ബസ്സിലടിച്ച് ശബ്ദമുണ്ടാക്കി. എന്നെ റോഡരികിലേക്ക് മാറ്റാമോ? വാഹന തടസ്സമുണ്ടാക്കണ്ട, ആ സ്ത്രീ ദീപയോട് പറഞ്ഞു. എല്ലാവരും തിരക്കുള്ളവരല്ലേ. ദീപയും വിജയനും അവരെ റെസ്റ്റോറന്റിനടുത്തേക്ക് നടത്തി, ഒപ്പം മകനെയും. അതിനിടയിലും വിജയൻ ഒരു വാഹനം കിട്ടുമോ എന്ന് നോക്കുകയായിരുന്നു. വിജയൻ, ഇവരാരാ? എന്തുപറ്റി? കാളിദാസന്റെ ശബ്ദം കേട്ടപ്പോൾ വിജയൻ തിരിഞ്ഞു നോക്കി. കാളിദാസ, ഞങ്ങൾക്കൊരു വണ്ടി വേണം, അർജന്റ്. കാളിദാസൻ ഓട്ടോയുമായി വന്നു. ആ സ്ത്രീയെയും കുട്ടിയെയും ദീപയെയും പിന്നിൽ കയറ്റി വിജയൻ കാളിദാസന്റെ കൂടെയും. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വിട്, വിജയൻ പറഞ്ഞു. ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വിജയൻ ആ സ്ത്രീയെ ശ്രദ്ധിച്ചു. 30-ലധികം പ്രായമില്ല. സൗന്ദര്യവും ആരോഗ്യമുള്ള സ്ത്രീയാണ്. നല്ല കുടുംബത്തിലേതാണെന്ന് വ്യക്തം. കഴുത്തിൽ കുരിശും താലിമാലയും ഉണ്ട്. ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലെത്തിയപ്പോൾ വിജയന്റെയും ദീപയുടെയും പരിചയക്കാരായ ഡോക്ടർമാർ ആ സ്ത്രീയെയും കുട്ടിയെയും വളരെ വേഗം പരിചരിച്ചു. ഇടതുകാലിന് ഫ്രാക്ചർ ഉണ്ട്, എക്സ്റേ എടുക്കണം. പൊട്ടലിന്റെ രീതി എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇടാം, ഡോക്ടർ പരിശോധന കഴിഞ്ഞ് പറഞ്ഞു. ആ സ്ത്രീയുടെ ബന്ധുക്കളെ വിവരമറിയിക്കണ്ടേ? വേണം, പക്ഷെ അവരെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ല, വിജയൻ പറഞ്ഞു. ഞാൻ അവരോട് ചോദിക്കാം. ഫോൺ ഉണ്ടെങ്കിൽ എളുപ്പമായി. ദീപ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. ഒരു നഴ്സ് കുട്ടിയുടെ നെറ്റിയിലെ മുറിവ് ക്ലീൻ ചെയ്യുകയായിരുന്നു. 2 സ്റ്റിച്ച് വേണം, ഡോക്ടർ പറഞ്ഞു. ട്രീറ്റ്മെന്റ് റൂമിലെ ടേബിളിൽ കിടക്കുന്ന ആ സ്ത്രീയോട് ദീപ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് വിജയൻ കണ്ടു. ഇടയ്ക്ക് ദീപ തിരിഞ്ഞ് വിജയനെ നോക്കി. SP പറഞ്ഞ വിവരമെല്ലാം CI ചാണ്ടി കേട്ടു. പിന്നെ കൈലാസിനെ ചോദ്യം ചെയ്തു. ഫ്രാൻസിസിനെയും രാജൻ ബാബുവിനെയും അവിടേക്ക് വരുത്തി. CI ചാണ്ടി അവരെ അറിയാവുന്ന ചീത്തകളൊക്കെ വിളിച്ചു. അവർ ഒന്നും പറയാതെ എല്ലാം കേട്ടുനിന്നു. നിന്റെയൊക്കെ തന്തമാര് അഷ്ടമന് കൊടുക്കാൻ കാശുണ്ടാക്കിയോടാ? സാറേ, ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, പറഞ്ഞാൽ എന്നെ കൊന്നുകളയും. രാജൻ ബാബു വല്ലാതായി. ഞാൻ പറയാമടാ നിന്റെ തന്ത ബാബുരാജിനോട്. കള്ളപ്പണം ധാരാളം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ചാണ്ടി, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, വേണി പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കള്ളക്കടത്തുകാരന്റെ ഇരയാക്കുന്നത് ശരിയല്ലല്ലോ. ഞാനവനെ പിടിക്കാൻ നോക്കാം. പോലീസിന്റെയും കസ്റ്റംസിന്റെയും നോട്ടപ്പുള്ളിയാണ് അഷ്ടമൻ. പക്ഷെ മാഡം, കൈലാസിനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചോളണം. ഞങ്ങളെക്കാൾ വലിയ പുള്ളിയാണ് അവൻ, ചാണ്ടി പറഞ്ഞു. മിസ്റ്റർ ചാണ്ടി അവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം.
ഒരു പക്ഷേ നമ്മളിവിടെ സംസാരിക്കുന്നത് പോലും അറിയുന്നുണ്ടാവും. SP അഭിപ്രായപ്പെട്ടു. അതെ, അത്തരക്കാരനാണ് അഷ്ടമൻ. ഫ്രാൻസിസ് പറഞ്ഞു. നാടുവിട്ട് പോയാലെന്താണെന്ന് തോന്നുകയാണ് എനിക്ക്. എവിടെ പോയാലും അവൻ അന്വേഷിച്ചു വരും. അഷ്ടമൻ ഒരു എട്ടുകാലിയാണ്. എല്ലായിടത്തും അവന്റെ ആളുകളുണ്ട്. SP കൃഷ്ണദാസ് വേണിയെ നോക്കി. അപകടത്തിന്റെ ഭീകരരൂപം അവൾക്ക് മനസ്സിലായി. CA ചാണ്ടിയുടെ സെൽഫോൺ ശബ്ദിച്ചു. എപ്പോൾ? എവിടെ വെച്ച്? ഏത് ഹോസ്പിറ്റലിലാണ്? മൈ ഗോഡ്, ഓപ്പറേഷനോ? ഞാൻ വരാം. ചാണ്ടിയുടെ മുഖത്തുകൂടി വിയർപ്പ് ഒഴുകി. എന്താ മിസ്റ്റർ ചാണ്ടി? ചാണ്ടി ഫോൺ നിർത്തിയപ്പോൾ SP ചോദിച്ചു. എന്റെ വൈഫിനും കുഞ്ഞിനും ആക്സിഡന്റ് പറ്റി. ആരോ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഓപ്പറേഷൻ വേണോ? സീരിയസ് ആണോ? വേണി ചോദിച്ചു. കൂടുതലൊന്നും അറിയില്ല. ഓപ്പറേഷൻ വേണ്ടെന്നാണ് പറഞ്ഞത്. കാലൊടിഞ്ഞിട്ടുണ്ട്. ഓ ഗോഡ്, നമുക്ക് മൊത്തം കഷ്ടകാലമാണല്ലോടോ, SP പറഞ്ഞു. താൻ വേഗം അങ്ങോട്ട് ചെല്ല്. സാർ. ചാണ്ടി എഴുന്നേറ്റു. ആരാ ഫോൺ ചെയ്തത്? വേണി ചോദിച്ചു. ഒരു സ്ത്രീയാ. ആരാണെന്ന് പറഞ്ഞില്ല. മേഴ്സി എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു. വേഗം ചെല്ല് ചാണ്ടി. ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ വിളിക്കണം, വേണി നിർദ്ദേശിച്ചു. ചാണ്ടി ബൈക്കിൽ കയറി പാഞ്ഞുപോയി. CA ചാണ്ടി ചെല്ലുമ്പോൾ മേഴ്സിയുടെ കാലിൽ പ്ലാസ്റ്റർ ചുറ്റുകയായിരുന്നു. മിസ്റ്റർ ചാണ്ടി, ആക്സിഡന്റ് പറ്റിയെങ്കിലും നിങ്ങളുടെ ഭാര്യ ഭാഗ്യമുള്ളവളാണ്. തക്ക സമയത്ത് സഹായിക്കാൻ നല്ല സുഹൃത്തുക്കളെ കിട്ടിയില്ലേ? ഡോക്ടർ സന്തോഷത്തോടെ പറഞ്ഞു. അവർ വളരെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് നിങ്ങളുടെ മകന്റെ ശിരസിലെ മുറിവിൽ നിന്ന് വളരെ കുറച്ച് രക്തമേ പോയുള്ളൂ. എന്റെ മോനെവിടെ ഡോക്ടർ? ചാണ്ടി ചോദിച്ചു. അവൻ അവരുടെ കൂടെ റൂമിലേക്ക് പോയിരിക്കുന്നു. ആ, ഞാൻ പറഞ്ഞില്ലല്ലോ, അയാൾ ആ കൊലയാളിയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അതാ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വന്നല്ലോ. ഡോക്ടർ വാതിൽക്കലേക്ക് നോക്കി. മേഴ്സി സന്തോഷത്തോടെ ചിരിക്കുന്നത് കണ്ടയാൾ തിരിഞ്ഞു നോക്കി. ഡാഡി. മോൻ വന്ന് ചാണ്ടിയെ കെട്ടിപ്പിടിച്ചു. വാതിൽ കടന്ന് വന്നവരെ ചാണ്ടി അമ്പരപ്പോടെ നോക്കി. വിജയനും ദീപയും. ഇതാണ് നിങ്ങളുടെ ഭാര്യയും കുട്ടിയെയും രക്ഷിച്ച ദീപയും വിജയനും. വിജയ, ഇതാ മേഴ്സിയുടെ ഹസ്ബൻഡ് CA ചാണ്ടി. വിജയനും ചാണ്ടിയും പരസ്പരം നോക്കി നിന്നു. ഇയാളെ കൊല്ലാനാണ് താൻ ഗിരിദാസിനെ അയച്ചത്. ചാണ്ടിയുടെ മനസ്സ് പിടഞ്ഞു. അധ്യായം 35. അഷ്ടമൻ രൂപയെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അടികൊണ്ട വേണി ഭയന്നുപോയി. ഇതുവരെ ആരും അവരെ തല്ലിയിട്ടില്ല. അജ്ഞാതനായ ആ മനുഷ്യന്റെ അടിയേറ്റ് വേണിയുടെ കണ്ണുകളിൽ തീ പറന്നു. ആദ്യത്തെ ഷോക്കിൽ നിന്ന് മുക്തനായ കൈലാസ് വേഗം കാറിൽ നിന്നിറങ്ങി. അഷ്ടമ, എന്റെ പെങ്ങളെ വിട്. കൈലാസ് അഷ്ടമന്റെ അടുത്തേക്ക് ചെന്നു. രൂപ രക്ഷപ്പെടാൻ വേണ്ടി കുതറുകയായിരുന്നു. അഷ്ടമൻ രൂപയുടെ കരണത്തൊരടി കൊടുത്തു. അവൾ പകച്ചു നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ. വേണിയും ഇറങ്ങി വന്നു. അഷ്ടമ, എന്റെ പെങ്ങളെ വിട്. അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തുടരു തന്നെ നീ. അഷ്ടമൻ മുരണ്ടു. കൈലാസ് അറച്ചു നിന്നു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അറിയില്ലെങ്കിൽ പറയാം. എന്റെ മയക്കുമരുന്നാണിവൻ ഒരു വ്യഭിചാരി പെണ്ണിനോടുകൂടി പോലീസിന് കൈമാറിയത്. എനിക്ക് 25 ലക്ഷം രൂപ ഇവൻ ഉൾപ്പെടുന്ന സംഘം നഷ്ടപരിഹാരം നൽകണം. പോലീസിൽ അറിയിക്കരുതെന്ന് പറഞ്ഞിട്ടും എന്നെ പിടിപ്പിക്കാൻ ഇവൻ വലയൊരുക്കി. എന്റെ പണം കിട്ടുന്നതുവരെ ഞാൻ ഇവളെ കൊണ്ടുപോകുകയാണ്. അത് കേട്ട് എല്ലാവരും നടുങ്ങിപ്പോയി. രൂപ വിളറി. വേണിയുടെ കണ്ണിൽ ഇരുട്ട് കയറി. വിടടാ എന്റെ പെങ്ങളെ. കൈലാസ് അഷ്ടമനെ അടിച്ചു. അഷ്ടമൻ ഒരു കൈകൊണ്ട് തടുത്തിട്ട് ഒറ്റ ചവിട്ട്. കൈലാസ് കാറിനുള്ളിലേക്ക് തെറിച്ചു വീണു. അവൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. നാഭിയിൽ ഒരു ഫുട്ബോൾ വെച്ച പോലെ മുഴച്ചിരിക്കുന്നു. എന്റെ മമ്മി, അവൻ നിലവിളിച്ചു. മോനെ. വേണി ചെന്നവനെ പിടിച്ചു. മമ്മി, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ. വയറ്റിലെന്തോ വിലങ്ങിയിരിക്കുന്നത് പോലെ കൈലാസ് നിലവിളിച്ചു. അഷ്ടമൻ രൂപയെ തന്റെ മാരുതി വാനിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അവൾ അവനെ അടിക്കുകയും കുതറുകയും ചെയ്തുകൊണ്ടിരുന്നു. വേണി മകനെ വിട്ട് മകളുടെ സഹായത്തിനെത്തി. അഷ്ടമ, ഞങ്ങൾ പണം തരാം, അവളെ വിട്, കൈലാസ് അപേക്ഷിച്ചു. ഇവളൊരു പണയ മുതലായി എന്റെ വീട്ടിലിരിക്കട്ടെ. പണം തരുന്നതുവരെ ഇവളെ ഞാൻ മുതലാക്കും. എത്രയും പെട്ടെന്ന് ആ പണം തന്നാൽ എത്രയും പെട്ടെന്ന് ഇവളെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇവളെ ഞാൻ വിൽക്കും. 25 ലക്ഷം രൂപയുടെ പലിശയായിട്ട് എനിക്ക് പണം കിട്ടിയേ മതിയാവൂ, അഷ്ടമൻ പറഞ്ഞു. എടാ ദുഷ്ട. വേണി അവന്റെ തലക്കിടിച്ചു. വിടടാ എന്റെ മോളെ, അല്ലെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ. അഷ്ടമനെ വേദനിച്ചെന്ന് അവന്റെ മുഖഭാവം അറിയിച്ചു. പെട്ടെന്ന് അഷ്ടമൻ വസ്ത്രത്തിനുള്ളിൽ നിന്ന് തോക്കെടുത്ത് നീട്ടി. അലുമിനിയം നിറമുള്ള ചെറിയ പിസ്റ്റൾ. അനങ്ങരുത്. പിന്നെ അയാൾ പറഞ്ഞത് പച്ചത്തെറിയാണ്. രൂപയും വേണിയും ഷോക്കടിച്ചു പോയി. തങ്ങൾ നേരിടാൻ ശ്രമിക്കുന്നത് വളരെ അപകടകാരിയായ മനുഷ്യനെയാണെന്ന് അവർക്കുറപ്പായി. കൈലാസ് പറഞ്ഞപ്പോഴൊന്നും അഷ്ടമന്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിയായ രൂപം വേണിക്ക് കിട്ടിയിരുന്നില്ല. കൈലാസ് വല്ല വിധേനയും എഴുന്നേറ്റ് കാറിന്റെ ബോണറ്റിൽ പിടിച്ചു നിന്നു. അഷ്ടമന്റെ കയ്യിലെ തോക്ക വരെ അടിമുടി വിറപ്പിച്ചു കളഞ്ഞു. വേണി നിലവിളിച്ചുപോയി. നിന്നോടല്ലടി മിണ്ടരുതെന്ന് പറഞ്ഞത്. അഷ്ടമൻ മുരണ്ടു. വേണി വല്ലാതായി. അവരുടെ ഭർത്താവ് SP കൃഷ്ണദാസ് പോലും അങ്ങനെ വിളിച്ചിട്ടില്ല. അയാൾ മകളെയും കൊണ്ട് പോകുമെന്നവർക്ക് ഉറപ്പായി. രൂപയെ നഷ്ടപ്പെട്ടിട്ട് താൻ എങ്ങോട്ട് പോകും? ഭർത്താവിനോട് എന്തു പറയും? പോലീസ് സൂപ്രണ്ടിന്റെ ഭാര്യ എന്ന പദവിയിൽ വേണി കുറെ അഹങ്കരിച്ചിരുന്നു. അതിന്റെ നിരർത്ഥകത ഇപ്പോഴവർക്ക് ബോധ്യമായി.
ഒരു വാഹനവും ആ റോഡിലൂടെ വരുന്നില്ല. ഒരാളും തങ്ങളെ കാണുന്നില്ല. ചുറ്റുപാടും പാടങ്ങളാണ്. തങ്ങൾക്ക് ഒരു സഹായവും അവിടെ കിട്ടാൻ പോകുന്നില്ലെന്ന് വേണിക്ക് മനസ്സിലായി. ഞങ്ങൾ എങ്ങനെയെങ്കിലും പണം തരാം, എന്റെ മോളെ വിട്. അവളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. വേണി അയാളെ എതിർത്ത് നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി താഴാൻ തീരുമാനിച്ചു. എന്റെ മോളുടെ മാനം കെടുത്തരുത്. എനിക്കിതൊന്നും പ്രശ്നമല്ല. ഐ നീഡ് മണി. എനിക്ക് വലുത് എന്റെ പണമാണ്. അത് കിട്ടുമ്പോൾ ഞാൻ ഇവളെ തരും. അഷ്ടമൻ രൂപയെ വലിച്ചു ചെന്നുകൊണ്ട് വാനിന്റെ വാതിൽ വലിച്ചു തുറന്നു. തന്റെ പെങ്ങളെ അയാൾ വാനിലേക്ക് വലിച്ചിടുന്നത് കണ്ട കൈലാസിനെ സഹിച്ചില്ല. അയാൾ വേദനയെല്ലാം മറന്ന് മുന്നോട്ട് കുതിച്ചു ചെന്ന് അഷ്ടമനെ ഇടിച്ചു. അഷ്ടമൻ ഇടിയേറ്റ് വീണു. രൂപ പിടിവിടിവെച്ച് ഓടിച്ചെന്ന് മമ്മിയെ കെട്ടിപ്പിടിച്ചു. യു ബാസ്റ്റേഡ്! അഷ്ടമൻ അലറി. ഒരു വെടി പൊട്ടി. വെടിയേറ്റതുപോലെ എല്ലാവരും വിളറി നിന്നു. അഷ്ടമൻ അവരുടെ അടുത്തേക്ക് വന്നു. രൂപയുടെ കയ്യിൽ പിടിച്ചു. ഇനി ഒരു വെടി പൊട്ടിയാൽ ഇതുപോലെ ആയിരിക്കുകയില്ല. നിന്റെ മമ്മിയെയും സഹോദരനെയും ഞാൻ കൊല്ലും. അവർ ജീവിച്ചിരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെന്ന് കാറിൽ കയറ്. അഷ്ടമൻ മുരണ്ടു. ബോധമറ്റു വീഴുമെന്ന നിലയിൽ നിൽക്കുകയായിരുന്നു രൂപ. കൈലാസ് വന്ന് കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു. അഷ്ടമ, ഞാൻ കാല് പിടിക്കാം. എന്റെ പെങ്ങളെ ഉപദ്രവിക്കരുത്. അവളെ കൊണ്ടുപോകരുത്. ഞങ്ങളെ പോകാൻ അനുവദിക്കണം. പണം ഞാൻ തരാം. എന്റെ മമ്മി ഉറപ്പ് പറഞ്ഞില്ലേ? നോ, അഷ്ടമൻ പറഞ്ഞു. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ഇവളെ ഞാൻ കൊണ്ടുപോകും. എന്നാലേ ഞാൻ ആരാണെന്ന് പോലീസ് സൂപ്രണ്ട് മനസ്സിലാക്കുകയുള്ളൂ. നടക്കടി. അഷ്ടമ. കൈലാസ് കരഞ്ഞുപോയി. മറ്റൊന്നും ചെയ്യാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. അരുതാത്ത ഒരു ചലനമുണ്ടായാൽ അഷ്ടമന് വെടിവെക്കുമെന്ന് ഉറപ്പാണ്. മനുഷ്യത്വമൊന്നും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോഴാണ് ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടത്. ആ ബുള്ളറ്റ് പാഞ്ഞു വന്നു. വേണിയും കൈലാസും അതിനെ നോക്കി. ഒരാൾ വളരെ വേഗത്തിൽ ബൈക്കോടിച്ച് വരികയാണ്. അയാൾ അവിടെ നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ കടന്നു പോകുമെന്ന് അവർക്കുറപ്പായിരുന്നു. രക്ഷിക്കണേ! രൂപ വിളിച്ചു കൂവി. മുന്നോട്ടു പോയ ബൈക്ക് നിന്നു. ബൈക്കിലിരുന്ന അയാൾ തിരിഞ്ഞു നോക്കി. നീല ജീൻസും ടീഷർട്ടും തൊപ്പിയുമാണ് അയാൾ ധരിച്ചിരുന്നത്. മിണ്ടരുത്! അഷ്ടമൻ തോക്ക് രൂപയുടെ കഴുത്തിൽ മുട്ടിച്ചു. ആ മനുഷ്യൻ തിരിച്ചു വരണേയെന്ന് വേണിയും കൈലാസം ആഗ്രഹിച്ചു. പക്ഷേ അയാൾ മുന്നോട്ടു പോകുന്നത് കണ്ടപ്പോൾ അവളുടെ പ്രതീക്ഷകൾ ഉള്ളിലുയർന്ന നിലവിളിയായി അസ്തമിച്ചു. അഷ്ടമൻ ഒന്ന് പുഞ്ചിരിച്ചു. ഒരു പ്രതിസന്ധി ഒഴിവായതുപോലെ. അപ്പോഴാ ബൈക്ക് തിരിയുന്നത് വേണി കണ്ടു. അത് വളരെ വേഗം തിരിച്ചു വന്നു. ബൈക്കിലിരുന്ന ചെറുപ്പക്കാരനെ കണ്ട് കൈലാസ് ഞെട്ടി. വിജയൻ. കയ്യിൽ വെടിയേറ്റ ഭാഗത്ത് ക്ലോത്ത് കെട്ടിയിരിക്കുന്നു. അയാളെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് വേണിക്ക് തോന്നി. രൂപയ്ക്ക് അയാളെ പരിചയമുണ്ടായിരുന്നില്ല. കൈലാസിനെയും മറ്റുള്ളവരെയും കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് വിജയൻ കരുതി. രൂപയുടെ പിന്നിൽ അയാൾ മറച്ചിരിക്കുന്നത് തോക്കാണെന്ന് വിജയന് തോന്നി. എന്താ പ്രശ്നം? അയാൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി. അധ്യായം 36. വിജയൻ ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവരെ നോക്കി. കൈലാസും വേണിയും രൂപയും അഷ്ടമനും അയാളെ നോക്കി. ആദ്യം വേണിക്ക് ആശ്വാസം തോന്നിയെങ്കിലും പിന്നെ ഭയം തോന്നി. രൂപയാണ് അയാളെ വിളിച്ചു നിർത്തിയത്. അഷ്ടമനും കോപം വരാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? എന്താണ് ഇവിടെ പ്രശ്നം? രക്ഷിക്കണമെന്ന് ആരാണ് വിളിച്ചു കൂവിയത്? വിജയൻ കൈലാസിനെയും വേണിയെയും നോക്കി. അവർ കാറിനടുത്തായിരുന്നു. ഇരുവർക്കും ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഇത് SP അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമാണല്ലോ. വിജയൻ കൈലാസിനെ നോക്കി. കൈലാസ് പരിങ്ങിപ്പോയി. പ്രതികാരം ചെയ്യാൻ പറ്റിയ അവസരം വിജയൻ മുതലാക്കുമെന്ന് അയാൾക്ക് ഉറപ്പായി. തങ്ങളെ തോൽപ്പിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സന്ദർഭം അയാൾക്ക് കിട്ടുകയില്ല. ഇനി വിജയന്റെ കാല് പിടിക്കേണ്ടതിനെ പറ്റി കൈലാസിന് ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല. തങ്ങളോട് ബഹുമാനമുള്ള ഒരാൾ വന്നതിൽ വേണിക്ക് അഭിമാനവും ആശ്വാസവും തോന്നി. എന്താ, ആക്സിഡന്റ് വല്ലതും ഉണ്ടായോ? കാറിനടുത്തേക്ക് വന്ന് വിജയൻ ചോദിച്ചു. ഇവിടെ ഒരു പ്രശ്നവുമില്ല. താൻ തന്റെ വഴിക്ക് പോ, അഷ്ടമൻ പറഞ്ഞു. അയാളുടെ വലതുവശത്തായി അല്പം മുന്നിൽ നിൽക്കുകയായിരുന്നു രൂപ. അവളുടെ നട്ടലിൽ തോക്കിന്റെ കുഴൽ മുട്ടിയിരുന്നു. വിജയൻ അഷ്ടമനെ നോക്കി. ഒരു പരിചയമുള്ള ആളല്ല. പക്ഷേ അടുത്തു നിൽക്കുന്ന രൂപയുടെ മുഖം വിളറിയിരിക്കുന്നു. ആ കണ്ണുകൾ എന്തോ യാചിക്കുന്നത് പോലെയായിരുന്നു. വിജയന് SP കൃഷ്ണദാസിന്റെ കുടുംബത്തിലെ എല്ലാവരെയും അറിയാമായിരുന്നു. SP-യുടെ ഭാര്യയേക്കാൾ ആധികാരികമായി അയാൾ സംസാരിക്കണമെങ്കിൽ എന്തോ പന്തികേടുണ്ടെന്ന് വിജയന് തോന്നി. തീപ്പൊരിയായിരുന്ന കൈലാസ് പോലും പല്ലും നഖവും പൊടിഞ്ഞ കടുവയെപ്പോലെ നിൽക്കുന്നു. എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് വിജയനും കരുതി. അയാൾ അഷ്ടമനെ നോക്കി ചോദിച്ചു. എന്നെ അങ്ങനെയങ്ങ് പറഞ്ഞു വിടുന്നതെന്തിനാ? രക്ഷിക്കണേ എന്ന് നിങ്ങൾ വിളിച്ചു കൂവിയത് കൊണ്ടല്ലേ ഞാൻ തിരിച്ചു വന്നത്. ആരാ, നിങ്ങളല്ലേ വിളിച്ചത്? വിജയൻ രൂപയെ നോക്കി. അവൾ മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ചു. നിങ്ങളെന്താ പ്രതിമ പോലെ നിൽക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറയ്. വിജയൻ രൂപയുടെ അടുത്തേക്ക് ചെന്നു. പോടാ ഇവിടുന്ന്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ചുടും. മരിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് വന്നത്? കോപം നിയന്ത്രിക്കാനാവാതെ അഷ്ടമൻ പിന്നിൽ നിന്ന് തോക്ക് പിൻവലിച്ച് വിജയന്റെ നേരെ ചൂണ്ടി. രൂപ നടുങ്ങിപ്പോയി. നിരപരാധിയായ അയാൾ കൂടി താൻ കാരണം അപകടത്തിലായിരിക്കുന്നു. പക്ഷേ വിജയനിൽ യാതൊരു ഭീതിയും അതുണ്ടാക്കിയില്ല. അയാൾ പുഞ്ചിരിച്ചു.
ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ജീവൻ വേണമെങ്കിൽ പൊയ്ക്കോ, ഇതിലിടപെട്ടാൽ പൊള്ളും. അഷ്ടമൻ മുരണ്ടു. തോക്ക് കണ്ടിട്ട് ഭയപ്പെടാത്ത ആ ചെറുപ്പക്കാരനെ വേണി അമ്പരപ്പോടെയാണ് നോക്കിയത്. ശ്വാസം കഴിക്കാൻ പോലും അവർ മറന്നുപോയി. കൊന്നിടാൻ അഷ്ടമൻ മടിക്കില്ല. അപ്പോൾ നീയാണവൻ അല്ലേ? വിജയൻ കുറെ കൂടി അടുത്തു ചെന്നു. എന്നെ കൊല്ലാൻ വേണ്ടി വെടിവെച്ചവൻ. ഈ കയ്യിൽ ഉണ്ട കയറിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കയ്യിലെ മുറിവ് കെട്ടിയിരിക്കുന്നത് ചൂണ്ടി വിജയൻ പറഞ്ഞു. ഇത്തവണ ഞെട്ടിയത് അഷ്ടമനാണ്. ഞാൻ നിന്നെ വെടിവെച്ചിട്ടില്ല, അഷ്ടമൻ പറഞ്ഞു. എന്നാൽ നിന്റെ കൂട്ടുകാരനായിരിക്കും. ആർക്കു വേണ്ടിയാണത് ചെയ്തത്? നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ? തീർക്കാനുള്ള കണക്കുകൾ ബാക്കിയുണ്ടോ? വിജയൻ ചോദിച്ചു. പോടാ, ഞാൻ നിന്നെ അറിയുക പോലുമില്ല, അഷ്ടമൻ പറഞ്ഞു. എന്നാൽ പിന്നെ എന്തിനാടാ നീ എന്നെ വെടിവെച്ചത്? ഞാൻ വെടിവെച്ചില്ല, അഷ്ടമൻ പറഞ്ഞു. വേണിയും കൈലാസം അന്തം വിട്ടു നിന്നു. ഇതെന്ത് കഥ? പുതിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു. വെടിവെച്ചില്ലെന്ന് താൻ പറഞ്ഞാൽ മതിയോ? വെടികൊണ്ടത് ഞാനല്ലേ? വിജയൻ രൂപയുടെ കയ്യിൽ പിടിച്ച് ബലമായി മാറ്റി നിർത്തി. പറയടാ, എന്നെ വെടിവെച്ചതിന് ആരാ പണം തന്നത്? എടോ, എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ തന്നെ അറിയുക പോലുമില്ല, അഷ്ടമൻ ദേഷ്യത്തോടെ അലറി. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ എന്റെ നേരെ തോക്ക് ചൂണ്ടിയിരിക്കുന്നത്? ചോദ്യവും വിജയൻ തട്ടിയതും ഒപ്പമായിരുന്നു. കയ്യിൽ വെട്ടേറ്റതുപോലെ തോന്നി അഷ്ടമന്. നോക്കുമ്പോൾ കയ്യിൽ തോക്കില്ല. അയാൾ വിജയനെ ആക്രമിച്ചു. വിജയന്റെ ചവിട്ടേറ്റ് അയാൾ വാനിന്റെ പിന്നിലെ ചില്ല് തകർത്തുകൊണ്ട് അകത്തേക്ക് വീണു. ചീറ്റപ്പുലിയെപ്പോലെ അയാൾ വെളിയിലേക്ക് ചാടി. പിന്നെ ഒരു ദ്വന്ദ്വയുദ്ധമായിരുന്നു. അടിയേറ്റ് വിജയന്റെ കയ്യിലെ മുറിവിൽ നിന്ന് ചോര തുണി നനച്ച് കൊണ്ട് ഒഴുകി. കിൻഡൽ ചാക്ക് മറിക്കുന്ന വിജയന് അഷ്ടമൻ ഒരു എതിരാളിയേ അല്ല. 4-5 മിനിറ്റ് കൊണ്ട് വിജയൻ അയാളെ തളർത്തിക്കളഞ്ഞു. എതിർക്കാൻ ശക്തിയില്ലാതെ നിവർന്നു നിന്ന അഷ്ടമൻ വിജയന്റെ ഒറ്റച്ചവിട്ടിന് വയലിലേക്ക് തെറിച്ചുപോയി. വളർന്നു നിൽക്കുന്ന നെൽച്ചെടികൾക്കിടയിൽ നിന്ന് ചെളി തെറിച്ചു. അയാൾ അതിൽ പൂണ്ടുപോയി. വേണിയും രൂപയും വിജയനെ സ്വപ്നം കാണുന്നത് പോലെ നോക്കി. നിങ്ങൾ പോകുന്നതുവരെ അവൻ എഴുന്നേറ്റ് വരില്ല, വിജയൻ വേണിയോട് പറഞ്ഞിട്ട് ബൈക്കിൽ വന്ന് കയറി. അയാളുടെ കയ്യിലെ തുണി ചോരയിൽ കുതിർന്നിരുന്നു. കണങ്കൈയിലേക്ക് രക്തം ഒഴുകുന്നത് കണ്ട് രൂപ ഓടിച്ചെന്നു. അയ്യോ, ചോര ഒഴുകുന്നു. അവളെ കൈയുയർത്തി വിലക്കിയിട്ട് വിജയൻ ബൈക്ക് വിട്ടുപോയി. ഹേയ്, നിങ്ങൾ ആരാ? അവൾ വിളിച്ചു ചോദിച്ചു. അയാൾ തിരിഞ്ഞുപോലും നോക്കിയില്ല. പാഞ്ഞു പോകുന്ന ബൈക്കിന്റെ നമ്പർ അവൾ മനസ്സിൽ കുറിച്ചു. എന്താ ഈ സംഭവിച്ചത്? സ്വപ്നം കണ്ടതാണോ? അതോ നമ്മളെ രക്ഷിക്കാൻ ദൈവം ദൂതനെ അയച്ചതാണോ? രൂപ മമ്മിയുടെയും സഹോദരന്റെയും അടുത്തേക്ക് ചെന്നു. ജീവൻ രക്ഷിച്ചതിന് ഒരു താങ്ക്സ് പറയാൻ ചെന്നപ്പോൾ കൈയുയർത്തി ഒരു വിലക്ക്. പിന്നെ എന്തെങ്കിലും പറയാൻ ധൈര്യം വരുമോ? അയാൾ മനുഷ്യൻ തന്നെയാണോ? രൂപയ്ക്ക് അയാൾ ഒരു അത്ഭുതമായി തോന്നി. തോക്കിന്റെ മുന്നിൽ പതറാത്ത മനുഷ്യരുണ്ടോ? വേണിക്ക് അതായിരുന്നു അമ്പരപ്പ്. ഭയമെന്നത് അയാൾക്ക് ലവലേശമില്ല. പക്ഷേ അയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാ മമ്മി? രൂപ ചോദിച്ചു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അയാൾ ആരാണെന്ന് നിനക്കറിയാമോ? അറിയാം, കൈലാസ് പറഞ്ഞു. വേണിയും രൂപയും അയാളെ നോക്കി. ആരാ? ഇരുവരും ഒന്നിച്ചാണ് ചോദിച്ചത്. അവരുടെ കണ്ണുകളിലെ തിളക്കം ഉത്കണ്ഠയും കൈലാസ് കണ്ടു. അവന്റെ ശബ്ദത്തിനായി അവർ കാത്തുനിന്നു. ആരാടാ? രൂപയുടെ ക്ഷമയറ്റു. വിജയൻ, പോർട്ടർ വിജയൻ. വേണിയും രൂപയും ഒന്നും മനസ്സിലാകാതെ അന്താളിപ്പോടെ നിന്നു. പോർട്ടറോ? രൂപ ചോദിച്ചു. അതെ, ഡാഡിയുടെ മൂത്ത മകൻ. നമ്മളെയൊക്കെ നാണം കെടുത്തിയവൻ. വേണിയും രൂപയും വീണ്ടും നടുങ്ങി. അയാൾ പോർട്ടറാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ കള്ളം പറയുകയാ. അയാളെ കണ്ടാലാരും അങ്ങനെ പറയില്ലല്ലോ, രൂപ ചോദിച്ചു. വിജയനിപ്പോൾ മാതാ കാറ്റിൽ ഫീഡിന്റെ അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജരാണ്. അയാളുടെ ശത്രുക്കളല്ലേ നമ്മൾ? പിന്നെ എന്തിനാണ് അയാൾ നമ്മളെ സഹായിച്ചത്? എന്നെ ആ ചെകുത്താന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്? അത് അയാളോട് ചെന്ന് ചോദിക്ക്. കൈലാസിന് ദേഷ്യം വന്നു. വേണി ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി. തങ്ങൾ കൊല്ലാൻ നടന്നവൻ തങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു നന്മ അവൻ ചെയ്യാനില്ല. അവൻ ജീവിച്ചിരുന്നത് തനിക്ക് അപമാനമായി തോന്നിയിരുന്നു. പക്ഷേ അവൻ തങ്ങളെ ഏറ്റവും വലിയ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പിന്നിലൊരനക്കം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. നെൽച്ചെടികൾക്കിടയിൽ നിന്ന് മനുഷ്യരൂപത്തിലൊരു ചെളിക്കട്ട എഴുന്നേൽക്കുന്നു. അധ്യായം 37. അഷ്ടമൻ ചെളിയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കണ്ട് വേണി പറഞ്ഞു. നമുക്ക് പോകാം. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോകണമെന്നല്ലേ വിജയൻ പറഞ്ഞിരിക്കുന്നത്? വരൂ. വേണി വേഗം കാറിൽ കയറി. പിന്നാലെ കൈലാസും രൂപയും. കാർ വേഗം വിട്ടുപോയി. കൈലാസേ, രൂപ വിളിച്ചു. എന്താടി? അവൻ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. കല്യാണ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് കാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്, അല്ലെങ്കിൽ ഡാഡിയെ വിളിച്ചു പറയ്. വേഗം പോലീസ് വന്നാൽ ആ കൊള്ളത്തലവനെ പിടിക്കാം, രൂപ പറഞ്ഞു. അതേ മോനെ, ഇതിനേക്കാൾ നല്ലൊരു ചാൻസ് കിട്ടാനില്ല. വേണിയും അഭിപ്രായപ്പെട്ടു. കൈലാസിനും അതിൽ തർക്കമില്ലായിരുന്നു. അഷ്ടമനെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയാൽ ഇതിനേക്കാൾ വലിയ അപകടങ്ങളുണ്ടാകും. ആ ചെകുത്താൻ വെറുതെ ഇരിക്കുകയില്ല. ഇതിനെല്ലാം അയാൾ പകരം വിട്ടാതിരിക്കുമോ? ഇപ്പോഴവനെ പിടികൂടി ലോക്കപ്പിലിട്ടാൽ എല്ലാം അവസാനിപ്പിക്കാം.
രൂപ കൈലാസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. മാത്രമല്ല അയാൾ ആവശ്യപ്പെടുന്ന 25 ലക്ഷം രൂപ കൊടുക്കുകയും വേണ്ട. അതോടെ കൈലാസിനും കൂട്ടുകാർക്കും രക്ഷപ്പെടാം. വയൽ കടന്ന് വീടുകളുള്ള ഭാഗത്തു കൂടിയാണ് കാറ് അപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. ഒരു ജംഗ്ഷനിൽ ടെലിഫോൺ ബൂത്ത് കണ്ടു. ബൂത്തിനു മുന്നിൽ കൈലാസ് കാർ നിർത്തി. വേഗം ചെന്ന് ഫോൺ ചെയ്യടാ, വേണി നിർദ്ദേശിച്ചു. താമസിച്ചാൽ അഷ്ടമൻ സ്ഥലം വിടും. മമ്മി ഡാഡിയെ വിളിച്ച് സംസാരിച്ചാൽ മതി. മമ്മി സംസാരിക്കുമ്പോൾ ഡാഡി അതിന്റെ ഗൗരവം മനസ്സിലാക്കും. ഡാഡി ഉടനെ ആക്ഷൻ എടുക്കും. മമ്മിക്കാണെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടിയെയും വിളിക്കാമല്ലോ. ഞാൻ ചാണ്ടിയോട് സംസാരിച്ചാൽ ശരിയാവില്ല. അയാൾക്കെന്നെ അത്ര ഇഷ്ടമല്ല. വിജയൻ രക്ഷിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. അത് ശരിയാ മമ്മി. രൂപയും കൈലാസിനെ പിന്താങ്ങി. കൂടുതൽ ആലോചിച്ച് നേരം കളയരുത്. ഒട്ടും സമയം കളയാതെ വേണി കാറിൽ നിന്നിറങ്ങി ഫോൺ ബൂത്തിലേക്ക് ചെന്നു. എടാ കൈലാസേ, രൂപ വിളിച്ചു. അവൻ അവളെ തിരിഞ്ഞു നോക്കാതെ മൂളി. മാർക്കറ്റിലിട്ട് പോലീസുകാരെയും സർക്കിൾ ചാണ്ടിയും ഒറ്റയ്ക്ക് നിന്ന് അടിച്ചതും ഡാഡിയെ തല്ലിയതും പോർട്ടർ വിജയനല്ലേടാ? ആ വിജയൻ തന്നെയല്ലേടാ ഇപ്പോൾ കണ്ട വിജയൻ? സർക്കിളിനെ പോർട്ടർ തല്ലിയെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് കുറെ എക്സാജറേഷൻ തോന്നിയിരുന്നു. ഇപ്പോൾ അയാളൊരു ഡെയർ ഡെവിളാണെന്ന് മനസ്സിലായി. അഷ്ടമൻ നെഞ്ചിനു നേരെ തോക്ക് ചൂണ്ടിയിട്ടും അയാൾക്ക് തരിമ്പും കൂസലുണ്ടായോ എന്ന് നോക്കിക്കേ. നീയാണെങ്കിൽ പേടിച്ച് മുള്ളുവല്ലായിരുന്നോ? സഹോദരി അത് പറഞ്ഞപ്പോൾ കൈലാസ് തിരിഞ്ഞു നോക്കി. ചേച്ചി തന്നെ പരിഹസിച്ചത് അവന് ഇഷ്ടപ്പെട്ടില്ല. ആരെയും കുറ്റപ്പെടുത്തണ്ട, എല്ലാവരും അങ്ങനെ തന്നെ അല്ലായിരുന്നോ? കൈലാസ് ചോദിച്ചു. ഞങ്ങൾ സ്ത്രീകളല്ലേ, നീയൊരാണല്ലേ? തോക്കിനു മുന്നിൽ ആണത്തത്തിന് വിലയൊന്നുമില്ല. എങ്ങനെയും കാലു പിടിച്ച് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ബുദ്ധി. അഷ്ടമൻ എന്തുതരം ചെകുത്താനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് മനസ്സിലായല്ലോ? കൈലാസ് തന്നെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് വിജയൻ അയാളെ നേരിട്ടതോ? വഴിയിൽ കണ്ട അപകടത്തിലേക്ക് ഒരു കാര്യവുമില്ലാതെ ചെന്ന് ചാടുകയല്ലായിരുന്നോ? അയാൾ വേറൊരു ചെകുത്താനാണ്. ഒന്നിനെയും പേടിയില്ലാത്ത മറ്റൊരു ജന്തു. അല്ലെങ്കിൽ SP-യെ പട്ടാപ്പകൽ തല്ലുമോ? കൈലാസ് പറഞ്ഞു. അഷ്ടമൻ വെടിവെച്ചിരുന്നെങ്കിൽ വിജയൻ മരിച്ചു വീഴുകയില്ലായിരുന്നോടാ. വെടിയുണ്ടയെ പേടിക്കാത്തവനെ ഞാൻ ആദ്യം കാണുകയാണ്. അത് കേട്ടപ്പോൾ രൂപയ്ക്ക് അയാളോട് ആരാധനയുണ്ടെന്ന് കൈലാസിന് തോന്നി. കൈലാസേ, അയാൾക്കറിയാമോ നമ്മളെയൊക്കെ? നമ്മൾ അയാളുടെ ശത്രുക്കളാണെന്നറിഞ്ഞിട്ടും സഹായിച്ചതെന്തിനാണ്? അഷ്ടമന് നമ്മളെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അയാളുടെ പക തീരുമായിരുന്നില്ലേ? ഡാഡിക്ക് അതൊരു തിരിച്ചടിയാവുകയില്ലായിരുന്നോ? എനിക്കറിയില്ല അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. ഒരു പക്ഷേ അവന്റെ പ്രതികാരം അവന് തന്നെ ചെയ്യാനായിട്ടായിരിക്കും. എന്തായാലും എന്നെ ആ വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചില്ലേ? അവനെ ഇടിച്ചു കുഴച്ച് കളഞ്ഞില്ലേ? നമ്മുടെ അഭിമാനം ഇപ്പോൾ വിജയന് കടപ്പെട്ടിരിക്കുന്നു. രൂപ പറഞ്ഞു. ഒരു നന്ദി വാക്ക് പറയാൻ ചെന്നപ്പോൾ കേൾക്കാൻ ചെവി തരാതെ പൊയ്ക്കളഞ്ഞു. എന്തൊരു വിചിത്ര സ്വഭാവക്കാരൻ. ഫോൺ ചെയ്തിട്ട് വേണി കാറിനടുത്തെത്തി. വിളിച്ചോ മമ്മി? രൂപ ചോദിച്ചു. വിളിച്ചു. ചാണ്ടിയും പോലീസുകാരും ഉടനെ എത്തും. അഷ്ടമനെ അവിടെ തടഞ്ഞു വെക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഇവിടെയുള്ള നാട്ടുകാരെ കൂട്ടി വേണി പറഞ്ഞു. ഡാഡിയുടെ പേര് പറഞ്ഞ് നമുക്ക് ആളെ കൂട്ടാൻ പറ്റും. പക്ഷേ അവരെയും കൊണ്ട് അഷ്ടമന്റെ അടുത്തേക്ക് ചെന്നാൽ അയാൾ വെറുതെ വിടുമെന്ന് കരുതണ്ട. അവന്റെ കൈവിട്ടുപോയ കൈത്തോക്ക് കിട്ടിക്കാണും. രക്ഷപ്പെടാൻ വേണ്ടി തടയാൻ ശ്രമിക്കുന്നവരെയെല്ലാം അവൻ വെടിവെക്കും. നാട്ടുകാർ മരിച്ചാൽ ആര് സമാധാനം പറയും? കൈലാസ് ചോദിച്ചു. അത് ശരിയാണ്. പോലീസിന്റെ കാര്യം പോലീസ് നോക്കട്ടെ, രൂപ അഭിപ്രായപ്പെട്ടു. എന്നാലും ഏതെങ്കിലും രീതിയിൽ അഷ്ടമനെ പിടിക്കണമായിരുന്നു, വേണി അഭിപ്രായപ്പെട്ടു. അവൻ നമ്മളോട് പെരുമാറിയതിന്റെ ശിക്ഷ അനുഭവിക്കണം. ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ ഞാനില്ല. ഒരിക്കലും അയാളുടെ മുന്നിൽ ചെന്ന് പെടരുതെന്നാണ് ആഗ്രഹം. എന്നാൽ അവന്റെ കരണത്ത് 2 പൊട്ടിക്കണമെന്നുണ്ട്. എന്റെ കയ്യിൽ പിടിച്ച തെമ്മാടിയല്ലേ അവൻ? രൂപയുടെ ശബ്ദത്തിൽ അഷ്ടമനോടുള്ള വെറുപ്പ് പ്രകടമായിരുന്നു. പക്ഷേ ഇനി നമ്മൾ തിരിച്ചു ചെല്ലരുത്. അംഗത്തിൽ ജയിച്ചവൻ അങ്കപ്പറമ്പിലേക്ക് തിരിച്ചു ചെല്ലരുതെന്നാണ് പഴമൊഴി. നമ്മളിപ്പോൾ ജയിച്ചു വന്നതാണ്. തിരിച്ചു വന്നാൽ രക്ഷിക്കാൻ മറ്റൊരു വിജയൻ വരില്ല. പെട്ടെന്നൊരു പോലീസ് ജീപ്പ് മുന്നിൽ നിന്ന് വന്ന് പിന്നിലേക്ക് പാഞ്ഞുപോയി. പോലീസ് എത്തി. രൂപ പറഞ്ഞു. ഇനി നമുക്ക് പോകാം. കൈലാസ് കാർ സ്റ്റാർട്ട് ചെയ്തു. അഷ്ടമനെ പോലീസ് പിടിക്കുന്നത് കാണണമെന്നുണ്ടായിരുന്നു വേണിക്ക്. പക്ഷേ അത് കൈലാസിനോട് പറയാൻ കഴിഞ്ഞില്ല. കാർ ഓടിക്കൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ലോക്കപ്പിൽ കിടക്കുന്ന അവനെ കാണണമെന്ന് തീർച്ചപ്പെടുത്തി. അവനൊരിക്കലും വെളിയിൽ വരാത്ത കേസിൽ കൊടുക്കണമെന്ന് CA ചാണ്ടിയോട് നിർദ്ദേശിക്കണമെന്ന് വേണി തീരുമാനിച്ചു. ഇതേ സമയം റോഡിന്റെ ഇരുഭാഗത്തു നിന്നും 2 പോലീസ് ജീപ്പുകൾ ആ പാടത്തെത്തിയിരുന്നു. അവിടെയെങ്ങും മാരുതി വാൻ കണ്ടില്ല. പരിശോധനയിൽ ചെളിയിൽ പൊതിഞ്ഞ കാൽപ്പാടുകൾ റോഡിൽ കണ്ടു. ജീപ്പിൽ നിന്നിറങ്ങിയ ചാണ്ടി സെല്ലിലൂടെ SP കൃഷ്ണദാസിനെ വിളിച്ചു. സാർ, ഇവിടെ വാൻ കാണാനില്ല. പ്രതി രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾ വേണിയുടെ കാർ കണ്ടോ? SP ചോദിച്ചു. ഇല്ല സാർ. നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് നശിച്ചു. നിങ്ങൾ എങ്ങനെയെങ്കിലും അഷ്ടമനെ കണ്ടുപിടിക്കണം. ശ്രമിക്കാം സാർ.
ശ്രമിച്ചാൽ പോരാ. അങ്ങനെ പറയാൻ ആർക്കാടോ ചാണ്ടി കഴിയാത്തത്? എന്റെ മകളെ പിടിച്ചുകൊണ്ട് പോയാലത്തെ അവസ്ഥ താനെന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് വളരെ കഷ്ടം തന്നെ, ചാണ്ടി പറഞ്ഞു. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ അവനെ ഞാൻ പൊക്കും. പിന്നെ അവൻ പുറം ലോകം കാണില്ല സാർ. താൻ ആ വാൻ പോകുന്നത് കണ്ടവരുണ്ടോ എന്ന് അന്വേഷിക്ക്. ആ വഴിയെ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല, SP നിർദ്ദേശിച്ചു. സാർ. ചാണ്ടി ഫോൺ ഓഫ് ചെയ്തു. വിവാഹ ചടങ്ങിന് ഒന്ന് സംബന്ധിച്ചെന്ന് വരുത്തിയിട്ട് വേണിയും രൂപയും കൈലാസും വീട്ടിലെത്തി. അപ്പോൾ SP കാത്തിരിക്കുകയായിരുന്നു. വേണി വിശദമായി സംഭവം പറഞ്ഞു. വിജയൻ അപ്പോഴവിടെ വന്നതാണ് രക്ഷയായത്. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കില്ലായിരുന്നു, വേണി പറഞ്ഞു. മോളെ കൊണ്ടുപോകുന്നത് തടയും. അഷ്ടമൻ എന്നെ വെടിവെക്കും. അല്ലാതെ മോളെ പണയമായി കൊടുത്തിട്ട് എനിക്ക് തിരിച്ചു പോരാൻ പറ്റുമോ? SP കൃഷ്ണദാസ് ഭാര്യയെ നോക്കി, പിന്നെ രൂപയെയും കൈലാസിനെയും. അയാളുടെ പണം കൊടുക്കാതെ അയാൾ സമ്മതിക്കുകയില്ല ഡാഡി. അയാൾ ഭയങ്കരനാ, രൂപ ഭീതിയോടെ പറഞ്ഞു. അവനിനി എങ്ങനെയാണ് പക വീട്ടുന്നതെന്നാ എനിക്ക് അറിയാത്തത്, കൈലാസ് പറഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴിക്ക് പോലീസിന് ഫോൺ ചെയ്യുമെന്നും ഒട്ടും താമസിക്കാതെ പോലീസ് അവിടെ എത്തുമെന്നും അവൻ മനസ്സിലാക്കി. അവശേഷിച്ച ജീവനും കൊണ്ട് അഷ്ടമൻ വാനിൽ കയറിപ്പോയി. SP ഒന്നും പറഞ്ഞില്ല. ആ വിജയൻ ഞങ്ങളുടെ ചേട്ടനാണോ ഡാഡി? രൂപ ചോദിച്ചപ്പോൾ SP കൃഷ്ണദാസ് നടുങ്ങി. വേണിയിലും കൈലാസിലും ആ ഭാവം പടർന്നു. പോർട്ടറാണെങ്കിലും വിജയൻ തീപ്പൊരി തന്നെ. ഇവിടുത്തെ പോലീസുകാരെ എന്തിനു കൊള്ളാം? വിജയൻ പോലീസായിരുന്നെങ്കിൽ ഒരു ക്രിമിനലും ഇവിടെ തലയുയർത്തുകയില്ലായിരുന്നു. ധൈര്യം, ചങ്കൂറ്റം എന്നൊക്കെ പറയുന്നത് അയാളിലാണ്, രൂപ പറഞ്ഞു. അത് പോട്ടെ, നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. മമ്മി ആ സംസാരം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് രൂപയ്ക്ക് മനസ്സിലായി. ഫോൺ മണിയടിച്ചപ്പോൾ രൂപ അറ്റൻഡ് ചെയ്തു. ഹലോ. എടി പുല്ലേ, ഞാനിപ്പോൾ കുളിച്ച് വയലിന്റെ ചേറിന്റെ മണം കഴുകിക്കളഞ്ഞിട്ട് ഇരിക്കുകയാണ്. രക്ഷപ്പെട്ടെന്ന് നീ കരുതിയോടി? നിന്നെ ഞാൻ ആ വയലിൽ ചവിട്ടിത്താഴ്ത്തും. രൂപ ഞെട്ടിവിറച്ചു. ആരാടി എന്നെ തല്ലിയവൻ? അവനെ എനിക്ക് ഒന്നുകൂടി കാണണം. രൂപയ്ക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. SP അടുത്തേക്ക് വന്നു. ബാക്കി ഭാഗം നാളെ.